ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു DIY വീഡിയോ ആണ് ഇറേസബിൾ റൈറ്റിംഗ് ബോർഡ്. അതായത് നമുക്ക് മായ്ച്ച് വീണ്ടും എഴുതി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള റൈറ്റിംഗ് ബോർഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്കാണെങ്കിലും ശരി, വലിയവർക്കാണെങ്കിലും ശരി ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അത്ര വലിയ ബോർഡല്ല, ഒരു മീഡിയം സൈസുള്ള ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് വലുത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ടോയ്സിൻ്റെ ഒക്കെ കവറ് നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ഉണ്ടായിരിക്കും ആ കവറിൻ്റെ മുകളിൽ. ആ ഷീറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇത് സ്വീറ്റ് ബോക്സിൻ്റെ ഒരു ഷീറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് അത് പിടിച്ചു നോക്കുമ്പോൾ അറിയാം, വല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കരുത്, ഒരു സ്റ്റിഫായിട്ട് നിൽക്കാവുന്ന രീതിയിലുള്ളതായിരിക്കണം പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ടത്. ടോയ്സിൻ്റെ ബോക്സ് ആകുമ്പോൾ കുറച്ച് നല്ല വലുത് തന്നെ കിട്ടും, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ സ്വീറ്റ് ബോക്സിൻ്റെതാണ്, അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഷീറ്റ് നമുക്ക് ചുമരിൽ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. നല്ല ഭംഗിയിലൊരു ഫ്രെയിം പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിലാണെങ്കിലും ശരി, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഇന്ന് ചെയ്യേണ്ട ലിസ്റ്റ് അല്ലെങ്കിൽ വാങ്ങേണ്ട കാര്യങ്ങൾ, ഷോപ്പിംഗ് ലിസ്റ്റ് എന്നൊക്കെ എഴുതി വയ്ക്കാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണിത്. ഇത് ചുമരും ഒട്ടിച്ച് വയ്ക്കാം. അതുപോലെ കുട്ടികളെ കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യിക്കാനുണ്ട്, അല്ലെങ്കിൽ അവരിന്ന് ഇതൊക്കെ ചെയ്യണം എന്നൊരു ലിസ്റ്റ് നമുക്ക് അവരുടെ റൂമിലും എഴുതി വയ്ക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ബുക്ക് എടുത്ത് എഴുതി അത് മറച്ചു നോക്കി ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഇതുപോലൊരു വാളിൽ ഒരു ഇറേസബിൾ ബോർഡ് ഉണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് നമുക്ക് വേണ്ടി വരില്ല. ലിസ്റ്റ് ഇന്ന് ചെയ്യേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ചെയ്യേണ്ടതായിരിക്കാം. അതിന് വളരെ സൗകര്യമാണ് ഇങ്ങനത്തെ ഒരു ബോർഡ്. ഞാൻ പല സ്റ്റേഷനറി ഷോപ്സിലും അന്വേഷിച്ചപ്പോൾ ഇങ്ങനത്തെ ബോർഡ് ചെറുതില്ല. പിന്നെയുള്ളത് ഹാങ് ചെയ്തിടണ ഈ ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ ബോർഡാണ്. അത് എഴുതിയാലും അത് മായ്ച്ച് കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ ജസ്റ്റ് ഒരു ടിഷ്യൂ കൊണ്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ, നനഞ്ഞ തുണി വേണമെന്നില്ല, വെറുതെ കൈകൊണ്ട് തുടച്ചാലടക്കം ഇത് പോവും. നേരത്തെ ഞാൻ പറഞ്ഞ ഹാങ് ചെയ്തിടുന്ന ബോർഡിന് എനിക്ക് തോന്നുന്നു 150-200 രൂപ കൊടുത്ത് ഞാൻ ഒരിക്കൽ വാങ്ങിച്ചതാണ്. പക്ഷേ നമ്മൾ എഴുതിയിട്ടത് മായ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് മായ്ച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് അതിൻ്റെ വളരെ ഒരു ഡ്രോബാക്കാണ്. പക്ഷേ ഇത് എത്ര ലേറ്റ് ആയാലും എത്ര നേരം ഇതിലിരുന്നാലും ജസ്റ്റ് ഒന്ന് ടിഷ്യൂ കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ പോകും. നേരത്തെ ഞാൻ കാണിച്ചത് ചുമരുമ്മിൽ ഒട്ടിച്ച് വയ്ക്കാവുന്ന രീതിയിലുള്ള ബോർഡാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ടേബിൾ ഇരുന്ന് എഴുതാൻ പറ്റുന്ന ഒരു ബോർഡാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ സ്വീറ്റ് ബോക്സിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡിലുള്ള പ്ലെയിൻ വൈറ്റ് കാർഡ്ബോർഡ് പോലത്തെയാണ്. ഇത് അത്ര കട്ടിയില്ല, എങ്കിലും നമുക്ക് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാനായിട്ട് ഞാൻ ഇത് എടുത്തു എന്ന് മാത്രം. എന്നിട്ട് ഒരു നല്ല ഭംഗിയിലൊരു ഫ്രെയിം പോലെ കൊടുക്കുക. പ്ലാസ്റ്റിക് ഷീറ്റ് ആ വൈറ്റ് ബോർഡിൽ 4 സൈഡും ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റിംഗ് ബോർഡ് റെഡിയാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ABC എന്തെങ്കിലും എഴുതി കൊടുക്കാൻ അല്ലെങ്കിൽ എഴുതി പഠിപ്പിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു റൈറ്റിംഗ് ബോർഡ് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കും ഒരു ക്യൂരിയോസിറ്റിയും അതിൽ എഴുതാനും എഴുതി പഠിക്കാനും ഒരു ഇഷ്ടം ഉണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വൈറ്റ് ബോർഡ് അത്ര കട്ടിയുള്ളതല്ലാത്തത് കൊണ്ട് നമുക്ക് മടിയിൽ വെച്ചാൽ എഴുതാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗോൾഡൻ എൻ്റെ കയ്യിലൊരു കേക്ക് വാങ്ങിച്ചതിൻ്റെ ബേസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഇതുപോലെ ഉണ്ടാക്കിയ വൈറ്റ് ബോർഡ്, ഞാൻ ഇറേസബിൾ വൈറ്റ് ബോർഡ് ഞാൻ അതിൽ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ നമുക്ക് മടിയിൽ വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ വളയൊന്നും ചെയ്യില്ല, നമുക്ക് എത്ര സ്ട്രോങ് ആയിട്ട് എഴുതിയാലും അതിന് കോട്ടമൊന്നും പറ്റില്ല എഴുതുന്നതിന്. ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വലിയ ടോയ്സിൻ്റെ ബോക്സിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതൊരിക്കലും കളയരുത്. നിങ്ങളുടെ കുട്ടികൾ ചുമരുമ എഴുതി വൃത്തികേടാക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്ത് നോക്കി നോക്കുക. കുട്ടികൾക്കും ചുമരുമ എഴുതാനുള്ള ആഗ്രഹം തീരുകയും ചെയ്യും, നമ്മുടെ ചുമര് വൃത്തികേടാവുകയും ചെയ്യില്ല. പക്ഷെ നമ്മൾ ഈ ബോർഡർ കൊടുക്കുമ്പോൾ ഈ സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിക്കുമ്പോൾ ചുമരുമ പറ്റി പിടിക്കുന്ന ടൈപ്പ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിന് ഒരു എക്സ്പെൻസ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഓഫീസിലാണെങ്കിലും ശരി, പ്രയോറിറ്റി അനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് എന്തായാലും നമ്മളൊന്ന് എഴുതി വയ്ക്കും. അവിടെയും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഓഫീസിലാകുമ്പോൾ നമുക്ക് ഈ വൈറ്റ് ചുമരുമ തന്നെ ഒട്ടിക്കാൻ പറ്റണമെന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡുള്ള ടേബിളിൻ്റെ സൈഡിലോ, എല്ലാവരും കാണുന്ന രീതിയിലല്ല, നമുക്ക് മാത്രം ആവശ്യത്തിനുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ്. അതുപോലെ പേപ്പറിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് ഇതുകൊണ്ട് പറ്റും. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗമുള്ള ഒന്നാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ നമുക്ക് ഇന്നത്തെ കിച്ചണിലെ മെനു എഴുതി വയ്ക്കാനായിട്ടും ഈ ബോർഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ടാക്കുന്നത് പതിവാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്.